മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മനു അലീനയെയും ബാലചന്ദ്രനെയും കാണാനായി അവർ താമസിക്കുന്ന റിസോർട്ടിലേക്ക് എത്തി. ബാലചന്ദ്രനുമായി സംസാരിച്ചിരിക്കെ അലീനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ബാലചന്ദ്രൻ മനുവിനോട് പങ്കുവെക്കുന്നു. സംഭാഷണത്തിനിടയിൽ തന്നെ ബാലചന്ദ്രൻ മനുവിനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു. മനു, നീ പോകുമ്പോൾ മകളെ കൃഷ്ണമോളെ കൂടി വീട്ടിലേക്ക് കൊണ്ടുപോകണം. എന്നാൽ കൃഷ്ണമോള് ആദ്യം അതിന് വിസമ്മതിക്കുന്നു. അച്ഛനും ചേച്ചിയും ഇല്ലാതെ താൻ പോവില്ലെന്ന് അവൾ വാശി പിടിക്കും. സ്കൂളിൽ പോവേണ്ട ആവശ്യകത ബാലചന്ദ്രൻ മകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. അച്ഛനും ചേച്ചിയും ഉടനെ വരാം. തനിച്ചിവിടെ താമസിക്കുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോളുടെ മറുപടി ബാലചന്ദ്രന് ആശ്വാസം നൽകുന്നതായിരുന്നു. എനിക്ക് യാതൊരു കുഴപ്പമില്ല അച്ഛാ. അച്ഛനും അലീന ചേച്ചിയും ഒരുമിച്ച് ഒരു മുറിയിൽ താമസിച്ചാലും എനിക്കതൊരു പ്രശ്നമല്ല. കാരണം അച്ഛന് അലീന ചേച്ചി ആരാണെന്ന കാര്യം എനിക്കറിയാമെന്ന് പക്വതയോടെ തന്നെ അവൾ മറുപടി നൽകി. എന്നാൽ വീട്ടിലെത്തിയാൽ അമ്മയും മകളും പ്രശ്നമുണ്ടാക്കുന്ന ഭയം കൃഷ്ണമോള് പങ്കുവെക്കുന്നുണ്ടെങ്കിലും അതോർത്ത് വിഷമിക്കേണ്ട എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ അവളെ ആശ്വസിപ്പിക്കുന്നു. ഒടുവിൽ മനുവിനോടൊപ്പം തന്നെ കൃഷ്ണമോള് വീട്ടിലേക്ക് മടങ്ങും. വീട്ടിലെത്തിയ കൃഷ്ണമോളെ വൈജയന്തി സ്നേഹത്തോടെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ബാലചന്ദ്രനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അവൾ ഉടനടി തുടങ്ങുന്നു. മനുവാണ് തന്നെ കൊണ്ടുവന്നത് എന്നും അച്ഛൻ ഒരു സ്ഥലത്തുണ്ടെന്നും കൃഷ്ണമോള് പറയും. കൃത്യമായ സ്ഥലമൊന്നും തന്നെ അവൾ വെളിപ്പെടുത്തിയിരുന്നില്ല. അലീനയും അച്ഛനൊപ്പമുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് താമസിക്കുന്നതെന്നും കൃഷ്ണമോള് പറയും. എന്നാൽ ഇത് കേട്ടതോടുകൂടി തന്നെ വൈജയന്തിക്ക് ദേഷ്യം അടക്കാനായില്ല. സ്വന്തം മോള് അച്ഛന് അലീന ചേച്ചി ആരാണെന്നറിയാം എന്ന കൃഷ്ണമോളുടെ ന്യായീകരണം വൈജയന്തിയെ കൂടുതൽ ചൊടിപ്പിച്ചു. തുടർന്ന് മനുവിനോട് ബാലചന്ദ്രൻ എവിടെയാണ് വൈജയന്തി എന്ന് ചോദിക്കും. തനിക്കുടനെ അവിടെ പോയി പ്രശ്നമുണ്ടാക്കണമെന്നും ഭർത്താവിനെ തിരികെ വേണമെന്നും അവർ വാശി പിടിക്കുന്നു. എന്നാൽ മനു അവരെ തടയും. അങ്കിൾ ഏതായാലും അവിടെ തന്നെ നിൽക്കട്ടെ ആൻറ്റി. ആൻറ്റിക്ക് ഏതായാലും ഇപ്പം സ്വസ്ഥത കിട്ടിയില്ലേ. അലീന പോയി, കൃഷ്ണമോളും തിരികെ എത്തി. ആൻറ്റിക്ക് സ്വന്തമായി വരുമാനവും ജോലിയും എല്ലാം ഉണ്ട്. പിന്നെന്തിനാണ് ആൻറ്റി ഇങ്ങനെ വാശി കാണിക്കുന്നത്? മനു ചോദിച്ചു. എന്നാൽ കിളവന്മാർക്ക് ചെറിയ പെൺകുട്ടികളോടുള്ള പ്രേമം എന്ന് പറഞ്ഞ് വൈജയന്തി ബാലചന്ദ്രനെ അപമാനിക്കുമ്പോൾ മനു അതിശക്തമായി തന്നെ പ്രതികരിക്കുന്നു. സംസ്കാരശൂന്യമായി സംസാരിക്കരുതെന്ന് അവൻ താക്കീത് നൽകി. ഈ സംഭാഷണത്തിനിടയിൽ കൃഷ്ണമോള് അമ്മയ്ക്കെതിരെ തന്നെ തിരിയുന്നു. അച്ഛനെയും ചേച്ചിയെക്കുറിച്ച് മോശമായി പറയുന്നത് കേട്ടു നിൽക്കാനൊന്നും എനിക്കാവില്ലെന്ന് അവൾ തുറന്നടിച്ചു പറഞ്ഞു. രോഹിത്തും ബബിതയും കൂടി ഇടപെട്ട് കൃഷ്ണമോളെ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ പോലും അലീന ചേച്ചി തൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണെന്ന് കൃഷ്ണമോള് തറപ്പിച്ചു പറയും. മനു ബാലചന്ദ്രനെ കണ്ടു മടങ്ങിയതിനു ശേഷം മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു. ബാലചന്ദ്രനും അലീനയും തിരിച്ചു വരണമെങ്കിൽ വൈജയന്തി വാശി ഉപേക്ഷിക്കണമെന്നും മനു പറയും. ഇതേ സമയത്തിന് രാജീവ് ഏർപ്പെടുത്തിയ ഹരി മനുവിനെ രഹസ്യമായി പിന്തുടർന്ന് ബാലചന്ദ്രൻ താമസിക്കുന്ന റിസോർട്ട് കണ്ടുപിടിക്കും. ഈ വിവരം രാജീവിനെ അറിയിക്കുന്നു. ഉടനെ തന്നെ രാജീവ്, വൈജയന്തി, രോഹിത്, ബബിത എന്നിവരെല്ലാം തന്നെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് റിസോർട്ടിലേക്ക് പുറപ്പെട്ടു. എന്നാൽ മനു ഇതൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. റിസോർട്ടിലെത്തിയ രാജീവനും കൂട്ടരും ബാലചന്ദ്രന്റെ മുറി കണ്ടുപിടിച്ചു. റിസോർട്ടിൽ അവർ താമസിക്കുന്ന വാതിലിൻ്റെ അടുത്തായിട്ട് ബാലചന്ദ്രൻ ഡോക്ടർ അലീന, ഡോക്ടർ കൃഷ്ണ എന്നെഴുതിയിരിക്കുന്നത് കണ്ട് അവർക്ക് ദേഷ്യം വരും. കോളിംഗ് ബെല്ല് കേട്ട് ബാലചന്ദ്രൻ വാതിൽ തുറക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന രാജീവനെയും വൈജയന്തിയെയും കണ്ട് അവർ ഞെട്ടുന്നു. എന്നാൽ ആ അടച്ചിട്ട മുറിയിൽ ബാലചന്ദ്രന്റെ കൂടെ അലീനയെയും കൂടി കണ്ടതോടുകൂടെ തന്നെ വൈജയന്തിയുടെ നിയന്ത്രണം വിടുന്നു. ഇതിനായിരുന്നോടി അവിടെ നിന്നും നീ വീട് വിട്ടിറങ്ങിയത്? വേലക്കാരിയെയും കൂട്ടി ഹോട്ടലിൽ താമസിക്കാനാണോ എന്ന വൈജയന്തിയുടെയും രാജീവിൻ്റെയും അധിക്ഷേപങ്ങൾക്ക് ചുട്ട മറുപടി നൽകി ബാലചന്ദ്രൻ. മകളായ രോഹിത്തും ബബിതയും അച്ഛനെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഇവൾക്ക് ഞാൻ ആരാണെന്ന് നന്നായിട്ടറിയാം. എനിക്ക് ഇവളെയും അറിയാം എന്ന് ബാലചന്ദ്രൻ തീർത്തും പറഞ്ഞു. അലീനയെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന രാജീവനോട് ഇവിടെ നിന്ന് നാണം കിട്ട് ഇറങ്ങിപ്പോവേണ്ടി വരുന്നത് ആരാണെന്ന് നമുക്ക് കാണാമെന്ന് ബാലചന്ദ്രൻ വെല്ലുവിളി പോലെ പറഞ്ഞു. ബാലചന്ദ്രന്റെ ധൈര്യം കണ്ട് രാജീവ് ഒന്ന് പതറി. തുടർന്ന് പ്രശ്നം വഷളാക്കാതെ അലീന എറണാകുളത്തേക്ക് പറഞ്ഞയച്ച് ബാലചന്ദ്രൻ വീട്ടിലേക്ക് വരാൻ രാജീവ് ആവശ്യപ്പെട്ടു. എന്നാൽ ബാലചന്ദ്രൻ അത് അപ്പം തന്നെ നിരസിച്ചിരുന്നു. അലീന ഇല്ലാതെ താൻ ഒരിക്കലും വരില്ല. അത് എൻ്റെ വീടാണ്. ഞാൻ എപ്പോൾ വരണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അലീനയെ എൻ്റെ മൂത്ത മകളായി തന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് ബാലചന്ദ്രൻ പ്രഖ്യാപിക്കുന്നു. തനിക്ക് ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ടെന്നും അത് കഴിഞ്ഞേ മടങ്ങൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ വൈജയന്തിയും രാജീവനും തിരിച്ചു പോവേണ്ടി വരുന്നു. അവർ പോയതിനു ശേഷം ബാലചന്ദ്രൻ മനുവിനെ വിളിച്ച് ദേഷ്യപ്പെട്ടു. മനുവാണ് സ്ഥലം പറഞ്ഞു കൊടുത്തത് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചിരുന്നു. എന്നാൽ താൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നും അവർ തന്നെ പിന്തുടർന്ന് കണ്ടുപിടിച്ചതായിരിക്കാമെന്നും മനു പറയും. നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ബാലചന്ദ്രൻ മനുവിനോട് വിവരിച്ചു. ഫോൺ വെച്ചതിനു ശേഷം ബാലചന്ദ്രൻ അലീനയെ ആശ്വസിപ്പിച്ചു. ഒന്നിനും മോള് പേടിക്കണ്ട, ഞാൻ നിന്റെ അച്ഛനാണ്. നീ എന്നെ അച്ഛ എന്ന് തന്നെ വിളിക്കണം എന്ന് അദ്ദേഹം സ്നേഹത്തോടെ പറഞ്ഞു. അത് അലീനയ്ക്കും സമ്മതമായിരുന്നു.
മലവെള്ളപ്പാച്ചിൽ പോലെ വന്ന രാജീവനും വൈജയന്തിക്കും ബാലചന്ദ്രന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ തോറ്റു മടങ്ങിയതോടുകൂടെ തന്നെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിച്ചു. ഇനി വരാൻ പോകുന്നതും നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡ് തന്നെയാണ്. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണേ. ബൈ.